ഹായ് എവരി വൺ, വെൽക്കം ടു ജയിലാൻഡ്. എൻ്റെ പേര് ഹരികൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ നിലവിൽ ഉന്നത പദവികൾ വഹിക്കുന്നത് ആരൊക്കെയാണ്. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിനേഷന് ഇന്ത്യയുടെ പദവികൾ കറണ്ട് ആയിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. CAG ഒക്കെ ഇപ്പൊ നമ്മുടെ അടുത്ത് മാറി. അപ്പൊ അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്, എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, രാഷ്ട്രപതി ആരാണ്? രാഷ്ട്രപതി നമുക്ക് എല്ലാവർക്കും അറിയാരാ? ദ്രൗപദി മുർമു ആണ്. എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത്തെ രാഷ്ട്രപതിയാണ് അല്ലെ? രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. 15ാമത്തെ രാഷ്ട്രപതിയാണ്. സെക്കൻഡ് വൺ അതാരാണ്? ജഗദീപ് ധൻകർ. 14ാമത്തെ രാഷ്ട്രപതിയാണ്. ജഗദീപ് ധൻകർ 14ാമത് രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് വരുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. നെക്സ്റ്റ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇതറിയാത്തവർ നോട്ട് ചെയ്ത് പോവുക. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോക്സഭാ നേതാവാണെങ്കിൽ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ലോക്സഭയുടെ നേതാവ്. പക്ഷെ ലോക്സഭ പ്രതിപക്ഷ നേതാവാണെങ്കിലോ അത് ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള ആളായിരിക്കും അല്ലെ. അതാരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവാണ് ആര്? രാഹുൽ ഗാന്ധിയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ്. അതുപോലെ രാജ്യസഭാ ചെയർമാൻ ആരാണ്? രാജ്യസഭാ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും അല്ലെ. അപ്പൊ 14ാമത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ ആണ് ആര്? രാജ്യസഭാ ചെയർമാൻ. ഓക്കെ. അടുത്തത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭാ ചെയർമാൻ ആണെങ്കിൽ ജഗദീപ് ധൻകർ. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആണെങ്കിൽ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭാ നേതാവാണെങ്കിലോ? രാജ്യസഭാ നേതാവ് ജഗത് പ്രകാശ് നദ്ദ അല്ലെങ്കിലോ JP നദ്ദ അല്ലെ. JP നദ്ദ എന്നായിരിക്കും കൂടുതൽ കൂട്ടുകാർ കേട്ടിരിക്കുക. JP നദ്ദ ആരാണ്? കേന്ദ്രത്തിലെ ഇപ്പൊ ഒരു മന്ത്രിയാണ് അല്ലെ, ക്യാബിനറ്റ് മന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതൊക്കെയാണ്? JP നദ്ദ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആരോഗ്യമുണ്ട്, കുടുംബക്ഷേമമുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ. അങ്ങനെ 3 വകുപ്പാണ് JP നദ്ദ കൈകാര്യം ചെയ്യുന്നത്. രാജ്യസഭ ഉപനേതാവാണെങ്കിൽ നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെ വകുപ്പാണ്? ധനകാര്യമുണ്ട്, കോർപ്പറേറ്റ് കാര്യമുണ്ട് അല്ലെ. രാജ്യസഭ പ്രതിപക്ഷ നേതാവിന് നോക്കാം. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത് ആരാണ്? INCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭ ഉപപ്രതിപക്ഷ നേതാവാണെങ്കിൽ പ്രമോദ് തിവാരി. ഓക്കെ. നമുക്ക് ഇത്രയും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. രാഷ്ട്രപതി ആരാ പിള്ളേര്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. 15ാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതിയാണെങ്കിൽ ജഗദീപ് ധൻകർ 14ാമത്തതാണ്. പ്രധാനമന്ത്രിയാണെങ്കിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് പ്രധാനമന്ത്രി. ലോക്സഭാ സ്പീക്കർ ആണെങ്കിൽ ഓം ബിർള. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണെങ്കിലോ ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ നേതാവ് നരേന്ദ്രമോദി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആണെങ്കിലോ ഹരിവംശ് നാരായൺ സിംഗ്. ഇനി രാജ്യസഭാ നേതാവാണെങ്കിലോ അത് JP നദ്ദ. ഉപനേതാവാണെങ്കിൽ നിർമ്മല സീതാരാമൻ. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭ ഉപപ്രതിപക്ഷ നേതാവ് പ്രമോദ് തിവാരി. അറിയില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. ഇതിന് കുറെയൊക്കെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ കുറെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഇനി അടുത്തത് നോക്കാം. രാജ്യസഭാ സെക്രട്ടറി ജനറൽ അല്ലെ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി അല്ലെങ്കിൽ PC മോദി. PC മോദി എന്ന് ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രമോദ് ഫുൾ നെയിം പറയാൻ നേരത്താണ് ചിലർക്ക് കിട്ടാത്തത്. PC മോദി എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രമോദ് ചന്ദ്ര മോദി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. അദ്ദേഹം രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ്. നമ്മളിവിടെ ലോക്സഭ സെക്രട്ടറി ജനറൽ പറഞ്ഞിരുന്നു ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. അപ്പൊ അത് രണ്ടും ഒന്നിച്ച് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ ഉത്പൽ കുമാർ സിംഗും രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ പ്രമോദ് ചന്ദ്ര മോദി, PC മോദി. ഇനി അടുത്ത് വരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ. സഞ്ജീവ് ഖന്ന 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. അതിനു മുമ്പ് ആരായിരുന്നു? അത് നമുക്കറിയാം. DY ചന്ദ്രചൂഡ്, ധനഞ്ജയ Y ചന്ദ്രചൂഡ്. 50ാമത്തത് DY ചന്ദ്രചൂഡും 51ാമത്തത് സഞ്ജീവ് ഖന്നയാണ്. ഓക്കെ. അപ്പോ സഞ്ജീവ് ഖന്ന എങ്ങനെയാലും പഠിച്ചിരിക്കുക. 51ാമത്. അപ്പൊ കറണ്ട് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സഞ്ജീവ് ഖന്നയാണ്. ഓക്കെ. അടുത്തതോ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. ഓക്കെ. ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. അത് വിജയഭാരതി സയാനിയാണ്. ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. അതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവി അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതാരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ്. ജനറൽ അനിൽ ചൗഹാൻ ആണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഓക്കെ. നമുക്കറിയാം 3 സൈനിക മേധാവി
തലപ്പത്തുണ്ട് കരസേന, വ്യോമസേന, നാവികസേന. ഓക്കെ, കരസേനയുടെ മേധാവി ആരാണ്? കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അതുപോലെ വ്യോമസേനയാണെങ്കിൽ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. നാവികസേനയാണെങ്കിൽ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഓക്കെ, കരസേനയുടെ ദിനം എന്നാ? കരസേന ദിനം ഓരോന്നിനും നമ്മൾ ദിനം ആചരിക്കുന്നുണ്ട് അല്ലെ. കരസേന ദിനാണെങ്കിൽ ജനുവരി 15, വ്യോമസേന ദിനാണെങ്കിലോ ഒക്ടോബർ 8, അതുപോലെ നാവികസേന ദിനാണെങ്കിൽ ഡിസംബർ 4. അപ്പൊ അതും ഇതിനൊപ്പം ഒന്ന് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. അതാരാണ്? ഹീരാലാൽ സമരിയാണ് അല്ലെ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. അതുപോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണെങ്കിൽ വിജയ് കിഷോർ രഹ്തകർ. ഓക്കെ, വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹ്തകർ. ഓക്കെ, അപ്പോ സെക്കൻഡ് പേജിൽ ജസ്റ്റ് ഒന്നുകൂടി പോകാം. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. എത്രാമത്തതാണ്? 51ാമത്തതാണ്. DY ചന്ദ്രചൂഡ് ആണെങ്കിലോ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണെങ്കിൽ വിജയഭാരതി സയാനി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ രാജീവ് കുമാർ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണെങ്കിൽ അല്ലെങ്കിൽ സംയുക്ത സൈനിക മേധാവി എന്ന് ചോദിച്ചാൽ ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. കരസേനയുടെ ആണെങ്കിൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. വ്യോമസേനയാണെങ്കിൽ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. നാവികസേനയാണെങ്കിലോ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഇനി വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. വനിതാ കമ്മീഷൻ അധ്യക്ഷയാണെങ്കിൽ വിജയ് കിഷോർ രഹ്തകർ അല്ലെ. പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ഓക്കെ, പട്ടിക ജാതി കമ്മീഷൻ ആണെങ്കിൽ കിഷോർ മക്വാന. പട്ടിക വർഗ ആണെങ്കിൽ അന്തർ സിംഗ് ആര്യ. ഓക്കെ, പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അന്തർ സിംഗ് ആര്യ. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിലോ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ഈ വരുന്ന പട്ടിക വർഗ ആയിക്കോട്ടെ, പട്ടിക ജാതി, ന്യൂനപക്ഷം, പിന്നോക്ക കമ്മീഷൻ, ഇതിന്റെയൊക്കെ ചെയർമാൻ അല്ലെങ്കിൽ ആ കമ്മീഷനൊക്കെ എന്തിനാ നിലകൊള്ളുന്നത്? അതൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് അല്ലെ. ഇനി ധനകാര്യ കമ്മീഷനോ? ധനകാര്യ കമ്മീഷൻ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ, അതായത് നിലവിലെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. ഓക്കെ, അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ. അതിനു മുമ്പ് ഉണ്ടായിരുന്നത് NK സിംഗ് ആയിരുന്നു, 15ാമത് NK സിംഗ്. അപ്പൊ കറണ്ട് ആയിട്ടുള്ളത് അരവിന്ദ് പനഗരി. ഓക്കെ, നെക്സ്റ്റ് ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ്. അത് പ്രിയൻ കനുങ്കോ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയൻ കനുങ്കോ ആണ്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിന്റെ ചെയർമാൻ പ്രീതി സുധൻ. UPSCയുടെ പ്രീതി സുധൻ. ഒന്നുകൂടി ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വനിതാ കമ്മീഷൻ ആണെങ്കിൽ വിജയ് കിഷോർ രഹത്കർ. പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. പട്ടിക വർഗ കമ്മീഷൻ ആണെങ്കിൽ അന്തർ സിംഗ് ആര്യ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ അരവിന്ദ് പനഗരിയ. 16ാമത് ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ. 15ാമതാണെങ്കിൽ NK സിംഗ്. അതുപോലെ ബാലാവകാശ കമ്മീഷൻ വരുന്നത് പ്രിയൻ കനുഗോ, അതിന്റെ ചെയർമാൻ. അതുപോലെ UPSC പ്രീതി സുധൻ. നെക്സ്റ്റ് സെൻട്രൽ വിജിലൻസ് ആണ്. വിജിലൻസ് ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ലോക്പാൽ ആണെങ്കിലോ അജയ് മണിക്രാവു ഖാൻവിൽക്കർ. നിലവിലെ ലോക്പാൽ എന്ന് പറയുന്നത് അജയ് മണിക്രാവു ഖാൻവിൽക്കർ. അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറലോ തുഷാർ മേത്ത. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ലേറ്റസ്റ്റ് ആയിട്ട് മാറിയതാണ് ആര്? CAG. 15ാമത്തെ CAG ആണ് സഞ്ജയ് മൂർത്തി. ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ആയ ആളാണ് സഞ്ജയ് മൂർത്തി. അതിനു മുമ്പ് ആരായിരുന്നു? 14ാമത് ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു എന്ത്? 14ാമത്. ഓക്കെ, 14th CAG ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു. 15ാമത്തതാണെങ്കിൽ സഞ്ജയ് മൂർത്തി. അടുത്തത് നബാർഡ് ചെയർമാൻ ആണ്. നബാർഡിന്റെ ഷാജി KV ആണ് നബാർഡ് ചെയർമാൻ. ഷാജി KV. ISRO ചെയർമാൻ ആണെങ്കിൽ S സോമനാഥ്. അദ്ദേഹം 5ാമത്തെ മലയാളിയും 10ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, S സോമനാഥ് എന്ന് പറയുന്നത് ISRO ചെയർമാൻ, നിലവിലത്തെ 5ാമത്തെ മലയാളിയാണ്. അതുപോലെ 10ാമത്തെ വ്യക്തിയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണെങ്കിലോ അതിന്റെ S ഉണ്ണികൃഷ്ണൻ നായരാണ്. അതിന്റെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. അതുപോലെ ആറ്റോമിക് എനർജി കമ്മീഷൻ അത് അജിത് കുമാർ മൊഹദ്ദയാണ്. ഡോക്ടർ അജിത് കുമാർ മൊഹദ്ദയാണ് എന്ത്? ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ സെൻട്രൽ വിജിലൻസ് നമ്മൾ പറഞ്ഞു പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ലോക്പാൽ ആരായിരുന്നു? ലോക്പാല് അജയ് മണിക്രാവു ഖാൻവിൽക്കർ. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. അതുപോലെ സോളിസിറ്റർ ആണെങ്കിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. CAG നിലവിലെ CAG ആരാ? സഞ്ജയ് മൂർത്തി. ഓക്കെ, നബാർഡ് ആണെങ്കിൽ ഷാജി KV. ISROയുടെ S സോമനാഥ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആണെങ്കിൽ S ഉണ്ണികൃഷ്ണൻ നായർ.
ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി. നെക്സ്റ്റ് UGC നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അതിന്റെ ചെയർമാൻ M ജഗദീഷ് കുമാർ. UGCയുടെ ചെയർമാൻ M ജഗദീഷ് കുമാർ. റിസർവ് ബാങ്ക് ഗവർണർ, RBIയുടെ ഗവർണർ ആരാണ് ഉള്ളത്? RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്, 25ാമത് അല്ലെ. അതിനു മുമ്പുണ്ടായിരുന്നത് ഊർജിത് പട്ടേലാണ്, 24ാമത്തെ പൊസിഷൻ. ഇപ്പൊ നിലവിലുള്ളത് ശക്തികാന്ത ദാസ് ആണ്. സെബിയുടെ ആണെങ്കിലോ മാധവി പുരി ബച്ച് ആണ്. സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബച്ച്. IRDAI, അതായത് അതിന്റെ ചെയർമാൻ ദേബാശിഷ് പാണ്ഡെ ആണ്. IRDAIയുടെ ചെയർമാൻ ദേബാശിഷ് പാണ്ഡെ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ICHR ചെയർമാൻ രഘുവേന്ദ്ര തൻവാർ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ICHRന്റെ ചെയർമാൻ രഘുവേന്ദ്ര തൻവാർ ആണ്. അതുപോലെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? N കലൈ സെൽവിയാണ്. ഓക്കെ, N കലൈ സെൽവിയാണ്. എന്ത് കലൈ സെൽവി ആണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ഡയറക്ടർ N കലൈ സെൽവി. ഇത് ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം. UGCയുടെ ആരാണ് ചെയർമാൻ? M ജഗദീഷ് കുമാർ. റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ്, 25ാമത്തതാണ്. സെബി ചെയർമാൻ ആണെങ്കിൽ മാധവി പുരി ബച്ച്. IRDAI ചെയർമാൻ ആണെങ്കിൽ ദേബാശിഷ് പാണ്ഡെ. ICHR ആണെങ്കിൽ രഘുവേന്ദ്ര തൻവാർ. അതുപോലെ CSIR എന്താ? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIRന്റെ ഡയറക്ടർ N കലൈ സെൽവി. ഓക്കെ, അപ്പോൾ നമ്മള് ഇന്ത്യയില് നിലവില് ഓരോ ഉന്നത പദവികൾ വഹിക്കുന്നത് ആരാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. രാജ്യസഭ, സുപ്രീം കോടതി, മനുഷ്യാവകാശം, അങ്ങനെയുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. താഴോട്ട് വരുന്നതിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ കൂടുതലും നിങ്ങൾ ആദ്യം കണ്ട കുറച്ച് പാർട്സ് എങ്ങനെയായാലും പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അറിയില്ലാത്തത് നോട്ട് ചെയ്ത് നിങ്ങൾ റഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് അഫയർ ബുക്കിലൊക്കെ നോട്ട് ചെയ്ത് പോവുക. മുഴുവനായിട്ട് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള പൊസിഷൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതിലെ ഓരോ ഉന്നത പദവി വഹിക്കുന്ന ആൾക്കാരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ മാറി പുതിയതായിട്ടൊരു ചെയർപേഴ്സൺ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ നമുക്കൊരു അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.